പ്രധാനമായിട്ടും 15 ദിവസം മുമ്പാണ് ഈ കേസിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് സൈബർ പോലീസ് ഒരു എഫ്ഐആർ എടുക്കുന്നത് 15 ദിവസം മുമ്പാണ്. അബ്ദുൾ ഹാഷിം എന്ന് പറയുന്ന ഒരാളുടെ പരാതിയിന്മേലാണ് എഫ്ഐആർ എടുത്തിട്ടുള്ളത്. ആദ്യം എഫ്ഐആറിലുണ്ടായിരുന്ന ഒഫൻസുകളെന്ന് പറഞ്ഞാൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു. 2 കാസ്റ്റ് അല്ലെങ്കിൽ 2 റിലീജിയൻ 2 സെക്ഷനിലുള്ള ആൾക്കാരെ തമ്മിലടിപ്പിച്ച് ഒരു റയോട്ട് സ്റ്റേറ്റിനെതിരെ ഒരു കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള ഒഫൻസ് ഇട്ടാണ് ആദ്യം എഫ്ഐആർ വന്നത്. പിന്നെ ഇന്നലെ അറസ്റ്റ് ചെയ്ത സമയം 79 ബാക്കി ഒഫൻസ് മാക്സിമം 5 വർഷം വരെ പണിഷ്മെൻറ്റ് കിട്ടാവുന്ന സെക്ഷനുകൾ കൂട്ടിച്ചേർത്താണ് ഇപ്പോൾ കേസ് എടുത്തിരുന്നത്. സാധാരണ ഇത് സുപ്രീം കോടതിയുടെ കർശനമായ മാർഗ്ഗനിർദ്ദേശമുണ്ട്. 7 വർഷത്തിന് താഴെയാണ് ശിക്ഷയെങ്കിൽ കമ്പൽസറിയായി നോട്ടീസ് കൊടുത്തിരിക്കണം. നോട്ടീസ് കൊടുത്ത് എക്സെപ്ഷണൽ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അറസ്റ്റ് ചെയ്യാവൂ. ഇവിടെ നോട്ടീസ് സെർവ് ചെയ്തില്ല. സെർവ് ചെയ്യാതെ അയാളെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്യുമായിരുന്നു. അറസ്റ്റ് ചെയ്തുകൊണ്ട് വരികയായിരുന്നു. അതും ഇപ്പോൾ 79 പോലുള്ള ഒഫൻസുകൾ ഇട്ടിട്ടും പരാതിക്കാരനായിട്ടുള്ളതൊരു ആണാണ്. സ്ത്രീകളെ അധിക്ഷേപിച്ചു എന്നാണ് കേസ്. ഒരു സ്ത്രീ പോലും പരാതിയായിട്ട് വന്നിട്ടില്ല. റിമാൻഡ് റിപ്പോർട്ടിലും മറ്റൊരു രേഖയിലും ഒരിടത്തും വേറെ പരാതികളുണ്ട് എന്നുള്ള കാര്യം പറയുന്നില്ല. അത് വാക്കാൽ പറഞ്ഞാൽ പോലും ഒരു രേഖകളിലും മറ്റു പരാതികളെക്കുറിച്ച് പറയുന്നില്ല. അബ്ദുൾ ഹാഷിം എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ പരാതിയിൽ മാത്രം എടുത്തിട്ടുള്ള എഫ്ഐആർ ആയിരുന്നു ഇത്. നോട്ടീസ് കൊടുത്തിരുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ മാക്സിമം പണിഷ്മെൻറ്റ് 5 വർഷത്തിനകത്തേ ഉള്ളൂ. അതുകൊണ്ട് കോടതിക്ക് ജാമ്യം കൊടുക്കാനുള്ള ഒഫൻസ് തന്നെയാണ്. ആ കാര്യങ്ങൾ പരിഗണിച്ചാണ് കോടതി ഇപ്പോൾ ജാമ്യം കൊടുത്തിട്ടുള്ളത്. കസ്റ്റഡിയിൽ ഇൻട്രോഗേഷൻ തന്നെയാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. അവർക്ക് കസ്റ്റഡി ആവശ്യമുണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അവർക്ക് ഈ ചാനൽ പത്രിക എന്ന മറ്റു പേരുള്ള ആ ചാനലിൻ്റെ ഓണർ ആരാണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ അവർക്ക് ബാക്കി യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് അവർക്ക് കസ്റ്റഡി വേണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ്റെ ആവശ്യം. പക്ഷേ കോടതി അത് പരിഗണിച്ചില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ ക്യാമറ, മൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സീസ് ചെയ്തിരുന്നു. പിന്നെ ഈ പറയുന്ന കണ്ടന്റ് 2 വീഡിയോയിലും ഈ ഒഫൻസ് അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിൽ ഒന്നുമില്ല. വീഡിയോയുടെ മുഴുവൻ ട്രാൻസ്ക്രിപ്റ്റും കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രതിഭാഗം. അത് കോടതി പരിഗണിച്ചിരുന്നു. അതിൽ ഒഫൻസ് അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലൊന്നും വന്നിട്ടില്ല. പരാതിക്കാരന് രാഷ്ട്രീയ പശ്ചാത്തലം ഉള്ളതായിട്ടാണ് ഇപ്പോൾ കിട്ടുന്ന അറിവ്. നാളെ മുതൽ, നാളെയും മറ്റന്നാളും അടുത്ത ദിവസവും ഇൻട്രോഗേഷന് വേണ്ടിയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നേ ഹാജരാവണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ. അത് കഴിഞ്ഞാൽ എല്ലാ തിങ്കളാഴ്ചകളിലും ഒപ്പിടണം. സമാനമായ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുത്, സമാനമായ ഇഷ്യൂസ് ഉണ്ടാക്കരുത് എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള കണ്ടീഷൻസ്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു തരത്തിൽ ഡിഫൻസും പറഞ്ഞിട്ടില്ല, പ്രതിഭാഗം അങ്ങനെ ഒരു പറഞ്ഞിട്ടില്ല. പറഞ്ഞ കാര്യങ്ങൾ പ്രതിഭാഗം കുറച്ച് തന്നെയാണ് നിന്നത്. അതായത് ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നോ അത്തരത്തിൽ അങ്ങനെ വീഡിയോ ഇട്ടിട്ടില്ല അങ്ങനെ ഒരു കേസില്ലായിരുന്നു. പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഈ എടുത്തിരിക്കുന്ന ഒഫൻസുകൾ പ്രകാരമുള്ള സെക്ഷൻസ് അട്രാക്ട് ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു ഡിഫൻസിൻ്റെ വാദം. ഈ ഒരു കേസിൽ ഇട്ടിരിക്കുന്ന വകുപ്പുകൾ അത് ഒട്ടും യോജിച്ചു പോകുന്നില്ല എന്നുള്ളതാണ്. അതെ അതെ, വേറൊന്നുമില്ല.